നമ്മൾ ഇത്രയും നീളം കൂടിയ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇതിൽ വരുന്നില്ല, ഒന്നും പറയാനില്ല കേട്ടോ. ശരിക്കും ഗിയറൊക്കെ ഇങ്ങനെ നന്നായിട്ട് വീഴുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ജീസസിന്റെ വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈശ്വർ ചേട്ടന്റെ വണ്ടി തന്നെയാണ്. പിന്നെ അതാണ് ലിവറിന്റെ മുകളിൽ വരാറുണ്ട്. എഞ്ചിൻ ബ്രേക്ക് ലിവറിന്മേയാണ്, ഇതിന്റെ മുകളിലാണ് എഞ്ചിൻ ബ്രേക്ക് വരുന്നത് കേട്ടോ. പിന്നെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഒക്കെ റൈറ്റ് സൈഡിലെ ലിവറിന്റെ മുകളിലാണ്. ഇതെല്ലാം 53 സീറ്റ് ഈ രീതിയിൽ തന്നെയാണ് പുഷ്പക്കുള്ളത്. ലോങ് സീറ്റ് അടക്കം എല്ലാ രീതിയിലും 53 സീറ്റ് വണ്ടിയാണിത്. അപ്പുറത്തെ ഗരുഡം പോകുന്നുണ്ട്, ഗരുഡൻ സ്വിഫ്റ്റിന്റെ. എല്ലാവർക്കും നമസ്കാരം. വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂരാണ്. തൃശ്ശൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് വണ്ടി കുറേ ലെങ്ത് ആയിട്ടുള്ളൊരു വണ്ടി, നമുക്ക് ബാക്കിൽ കിടക്കുന്ന വണ്ടി കണ്ടില്ലേ, അത് കുറേ ലെങ്ത് ആയിട്ടുള്ള വണ്ടി. അപ്പോൾ നമുക്ക് ഇടാനായിട്ട് നന്ദിക്കര വെച്ചിട്ട് നമ്മൾ നോക്കി. അപ്പോൾ ഒന്നും അവിടെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യണം വിചാരിച്ചു, നടന്നില്ല. അപ്പോൾ നമ്മളൊരു ചെറിയൊരു സർവീസ് റോഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇട്ടിട്ടാണ് വണ്ടി വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളെ താരം ജീസസ് ബസ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ക്രിസ്മസ് ഒക്കെ അടുത്ത് നിൽക്കുന്ന ദിവസമാണ്, ശനിയാഴ്ച രാവിലെയാണ് നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വന്നത്. അപ്പോൾ വണ്ടി ഇവിടെ ഇട്ടിട്ട് ചെയ്യണത് ഒരു ഹൈവേയുടെ തീരത്താണ്, നമുക്ക് സ്ഥലമില്ല, അതുകൊണ്ട് വിട്ടിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. വണ്ടി AC പിടിപ്പിക്കാനൊക്കെ ആയിട്ട് പോവുകയാണ്, AC കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ എടുത്ത് അവർക്ക് വിട്ടുകൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി കേരളത്തിലെ തന്നെ ആദ്യത്തെ 13.5 മീറ്റർ ലെങ്ത് ഉള്ള ഏഷ്യർ മോഡൽ വണ്ടിയാണ് കേട്ടോ. അത് ഏഷ്യറിൻ്റെ 13.5 മീറ്റർ ലെങ്ത് ആണ്. അത് കളർ കോഡ് ഇല്ലാതെയാണ് വന്നിട്ടുള്ളത്. ജീസസിൻ്റെ കൂടെ ഐസിയും വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കണം. എവർച്ചറിൻ്റെ വണ്ടിയും അതിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ കിട്ടിയിട്ടുള്ളത് ജീസസ് ബസ്സാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോണത്. പെട്ടെന്ന് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ജീസസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വന്നാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് വലിയൊരു വിൻഷീൽഡിൻ്റെ പോർഷനും കാര്യങ്ങളൊക്കെയാണ്. ജീസസ് എന്ന് നല്ല ബോൾഡായിട്ടുള്ള ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ജീസസ് ട്രാവൽസ് എന്ന്. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ ഒരു 4 LED ലൈറ്റ്സ് കാണാം. പിന്നെ കുറച്ച് ലെങ്ത്ത് കൂടിയ 2 ലൈറ്റുകളും നമുക്ക് LED കാണാം കേട്ടോ മുകളിലായിട്ട്. താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ബോണറ്റിൻ്റെ ഹുഡ് ഭാഗമാണ്. വേളാങ്കണ്ണി മാതാവെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം കാണിച്ചു തരാം. കണ്ടില്ലേ, പ്രകാശ് സെഡ് അസ്ത്ര എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്. നമ്മൾ അസ്ത്ര മോഡൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല എല്ലാവരും. ഇത് പക്ഷേ സെഡോൺ വണ്ടികളുണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിസൈനോട് കൂടിയാണ് അസ്ത്ര കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സെഡ് അസ്ത്ര എന്ന് പറയുന്നത്. പലരും സംശയം ചോദിച്ചു. അപ്പോൾ സെഡ് അസ്ത്ര കേരളത്തിൽ തന്നെ ആദ്യമാണ് എന്നാണ് എൻ്റെ അറിവ്. അതും 13.5 മീറ്റർ ലെങ്ത് ഉള്ള വണ്ടി, അതും ഏഷ്യർ 13.5 മീറ്റർ. നമ്മൾ ലൈലൻഡിലൊക്കെ നമ്മൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, ടാറ്റ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഇപ്പോൾ ഏഷ്യറിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ബോഡി നമ്മൾ ഇറങ്ങുന്നുണ്ട്, സ്ലീപ്പറും ഇറങ്ങുന്നുണ്ട്, സീറ്ററും ഇറങ്ങുന്നുണ്ട്. ഇത് ചേസ് എടുത്തിട്ട് ഇവർ ബോഡി കെട്ടിയിട്ടുള്ളതാണ്. പ്രകാശിലാണ് ഇത് ബോഡി കെട്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബോണറ്റ് ഹുഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രില്ല് ടിപ്പിക്കലായിട്ട് നമുക്ക് അസ്ത്രയിൽ കാണുന്ന ടിപ്പിക്കൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നത്. തൊട്ട് താഴെ വരുമ്പോൾ പ്രകാശിൻ്റെ ലോഗോ, പിന്നെ ടിപ്പിക്കലായിട്ടുള്ള അസ്ത്രയുടെ ആ ഒരു എന്താ പറയുക ക്യാരക്ടർ തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് കൂടുതലൊന്നും മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡിൽ വരുമ്പോൾ സ്ട്രിപ്പ് മറ്റേ DR ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ് ലാമ്പ്സ് കാണാൻ പറ്റും.
നമ്മൾ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് DRL കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കളറിങ് തന്നെയാണ് അല്ലേ. നല്ലൊരു ഭംഗിയുള്ളൊരു വോൾവോ വണ്ടികൾക്കൊക്കെ വരുന്ന പോലത്തെ ഒരു എന്തൊരു പീക്കോ കളർ, ഒരു നല്ല രസമായിട്ടുള്ളൊരു കളറായിട്ട് എനിക്ക് തോന്നി. വണ്ടി കണ്ടപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യണം തോന്നി. അപ്പോൾ മോൾ ഭാഗത്ത് വരുമ്പോൾ ഇത് ഭയങ്കര ഹൈറ്റ് കൂടിയ വണ്ടിയാണ്. മറ്റേ ടൂറിസ്റ്റ് ബസ്സിനെക്കാട്ടും കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ 2 കൊമ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും 2 സൈഡിലായിട്ട്. ഓവറോൾ ഫ്രണ്ടിലത്തെ ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ വരുന്നത്. ജീസസ് ബസ്സിൻ്റെ ഇങ്ങനെ തൃശ്ശൂർ ബേസ്ഡാണ് കേട്ടോ ജീസസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും എന്ന് വിചാരിക്കണം. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും റൂട്ട് ബസ്സുകളൊക്കെ ഉള്ളൊരു ടീമാണ്. അപ്പോൾ എന്തായാലും നന്നായിരിക്കുന്നത്. ഫ്രണ്ട് പ്രൊഫൈലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എത്രയാണ്. അപ്പോൾ വണ്ടിക്ക് നമ്പറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നമുക്കിനിയിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് പോവാം. ഇത് സർവീസ് റോഡാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും സൗണ്ട് ഡിസ്റ്റർബൻസും നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക എല്ലാവരും. നമുക്ക് ഇത്രയും ലെങ്ത്ത് കൂടിയ വണ്ടിയൊക്കെ അത് ഇടാനുള്ളൊരു സൗകര്യം കൂടി നോക്കണമല്ലോ. നന്ദിക്കര ക്ഷേത്രത്തിലേക്ക് നോക്കിയാൽ, അപ്പോൾ കൊടകര ക്ഷേത്രത്തിൻ്റെ അവിടെയും നോക്കിയാൽ ഒന്നും സ്ഥലം അവിടെ വണ്ടികൾ ശബരിമലക്കാല അങ്ങനെ ആൾക്കാർ ഫുള്ളാണ്. സൈഡ് പ്രൊഫൈൽ കാഴ്ചകളും ഇങ്ങനെയാണ് വരുന്നത്. സൈഡിൽ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് ഡോറാണ് കാണുന്നത്. എയർ ഡോറാണ്. സ്ഥിരം നമ്മൾ മറ്റുള്ള വണ്ടികളിൽ കാണുന്ന പോലുള്ള എയർ ഡോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ അത് മുകളിൽ കണ്ടില്ലേ ഒരു ഡിസൈൻ. അത് സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മളെ പ്രകാശിൽ ഇപ്പോൾ കാണുന്നുണ്ട്. പുതിയ BS6 വണ്ടികളിലൊക്കെ അവരുടെ ബോഡിയിൽ അങ്ങനെ കാണുന്നുണ്ട് അവരൊരു ക്യാരക്ടർ. പിന്നെ ഇതിൻ്റെ മെക്കാനിക്കൽ ആ സെക്ഷനിലേക്ക് നമുക്ക് കടക്കണം. ഇതിൻ്റെ ടയർ സൈസൊക്കെ 295/80/6 ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. പ്രകാശിൻ്റെ വീൽ കപ്പും സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എയറാണ് എന്നാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കാണിച്ചു തരാം. എത്രമാത്രം കാണുമെന്നറിയില്ല. ഇത് ഫ്രണ്ടും ബാക്കും എയർ സസ്പെൻഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതൊരു പ്രത്യേക ഒരു എന്താ പറയുക, നമ്മുടെ കേരളത്തിൽ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് വണ്ടികൾ നമ്മൾ 12 മീറ്റർ വണ്ടികൾ നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടായിരിക്കും. 13.5 മീറ്റർ ആദ്യമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും വലിയൊരു സന്തോഷം നമുക്ക് അതും ചെയ്യാൻ കിട്ടി. സൈഡിൽ മഹാരാജ എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു നന്നായിരിക്കുന്നുണ്ട് അത് ആ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഏറ്റവും ടോപ്പ് ഈ സൈഡിലായിട്ട് നമ്മുടെ കർട്ടൻസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അവരെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ, CCTV, പുഷ് ബാക്ക് സീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓട്ടോ കയറിക്കും. അപ്പോൾ ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ബാറ്ററി ബോക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 24 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ലഗേജ് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ സ്പേസാണ് ഈ വണ്ടിക്ക് ഉള്ളത്. ഇതൊക്കെ ബോഡി ലൈറ്റ്സുകളാണ്. ഇതുപോലെ സൈഡിൽ ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട് ആ ബോഡി ലൈറ്റ്സുകൾ. കണ്ണ് ചിമ്മിപ്പോണ നല്ല ഭംഗിയുള്ള വണ്ടി അല്ലേ. നല്ല അഴകായിരിക്കുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് സ്പേസിങ്ങിനാണ് നമുക്ക് കൂടുതൽ എടുത്ത് പറയേണ്ടത്. സ്പേസ് ഇഷ്ടം പോലെയാണ്. അപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മെക്കാനിക്കൽ സെക്ഷൻ കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയണം. 5ൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. ഇത് ബാക്ക് വീലിൻ്റെ ഭാഗവും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലും ഇതുപോലെ എയർ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്കിങ്ങനെ അങ്ങനെ നമുക്ക് എത്രമാത്രം കാണുമെന്ന് അറിയില്ല. വേണ്ട, ഇതാണ് ബാക്കിലും എയർ സസ്പെൻഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഓവറോൾ ലെങ്ത് വേണ്ടിയിട്ട് വരണത് 13,500 mm ആണ് കേട്ടോ ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത്. ഗ്രോസ് വെയ്റ്റ് 19,500 kg ആണ് ഗ്രോസ് വെയ്റ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എൻജിൻ വരുന്നത് VED X5 എൻജിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. പവർ 240 ഹോഴ്സ് പവറാണ് ഇതിൻ്റെ പവറായിട്ട് വരുന്നത്. ടോർക്ക് 900 Nm ടോർക്ക് 1200-1600 RPM വരുന്നത്. ട്രാൻസ്മിഷൻ 6+1 മാനുവൽ ട്രാൻസ്മിഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഈ വണ്ടിയുടെ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് ഏഷ്യർ പ്രോ 6019S സീരീസ് വരുന്ന വണ്ടിയാണിത്. 13.5 മീറ്റർ ലെങ്ത്തുള്ള വണ്ടിയാണിത്. പിന്നെ ഇതിൻ്റെ ഡീസൽ ടാങ്കും ആഡ്ബിളിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അവിടെ എത്തുമ്പോൾ. അപ്പോൾ ബാക്കിൽ വന്നിരിക്കുകയാണ് നമ്മൾ. ബാക്കിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭയങ്കര ഹൈറ്റ് തോന്നിക്കുന്നുണ്ട് കേട്ടോ. ബാക്കിൽ വരുമ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിനെക്കാട്ടൊക്കെ ഭയങ്കര ഹൈറ്റ് തോന്നിക്കുന്നുണ്ട്. നമ്മുടെ നെറ്റ് സർവീസ് വണ്ടി പോലെയൊക്കെ തോന്നുന്ന ഹൈറ്റിലാണ് വണ്ടിയുടെ ബാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്നായിരിക്കുന്നുണ്ട് ബാക്ക് ഭാഗത്തു നിന്നുള്ള ആ ഒരു കാര്യം. നമുക്ക് ഇനി ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാട്ടി തരാം കേട്ടോ.
മഹാരാജ എന്ന് പറഞ്ഞുള്ള അവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്ത് ജീസസിൻ്റെയും അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇവരായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടാം. തീർച്ചയായിട്ടും ഓട്ടങ്ങളൊക്കെ കൊടുക്കുക. സെറ്റാണ് വണ്ടിയിൽ യാത്ര ചെയ്യാനൊക്കെ ഇട. യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ, നല്ല കംഫർട്ടാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ടൂറിസ്റ്റ് ബസ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഗ്ലൈഡർ വണ്ടികളും അതുപോലെ ഇങ്ങനത്തെ ഐഷർ നല്ല 2+2 ലെവലുള്ള വണ്ടികളാണ് കൂടുതൽ ഇറങ്ങുന്നത്. ആൾക്കാർക്ക് അതാ വേണ്ടോ എന്നാണ്. അതായത് ലൈറ്റ് സൗണ്ടിനേക്കാൾ ഉപരി ഇപ്പോൾ കംഫർട്ടാണ് കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓഡിയൻസാണ് ഇപ്പോൾ, കസ്റ്റമേഴ്സാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ ബാക്കിൽ നിന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്യാമറയിൽ അത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ അടാറ് വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള നല്ലൊരു അടാറ് വണ്ടി തന്നെയാണ് കേട്ടോ ഈ വണ്ടി, ഒന്നും പറയാനില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് താൽക്കാലികമായിട്ടുള്ള രജിസ്ട്രേഷനാണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഗേസി കയറ്റാനൊക്കെ ആയിട്ട് പോവുകയാണ്. അടുത്തൊരു ടിപ്പർ ലോറി പോയി, അതാണ് ചെറിയൊരു സൗണ്ട്. അപ്പോൾ ബാക്കിൽ നിന്നൊക്കെയുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഇതാണ്. മുകളിൽ വരുമ്പോൾ ഒരു ക്യാമറ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വലിയൊരു എന്താ പറയുക, വലിയൊരു ഗ്ലാസിൻ്റെ പോർഷനാണ് ഇത്. കെപ്പല്ലയില്ലേ, കെപ്പല്ലയുടെ ഒരു ബാക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. സെഡ് അസ്ത്ര മോഡൽ കെപ്പല്ല ബാക്കും. പ്രകാശിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം, പീതുകൊണ്ടുള്ള അവരുടെ ലോഗോ കാണാം. ടെയിൽ ലാംപ്സൊക്കെ നല്ല രസമായിട്ടുണ്ട്. നല്ല അടിപൊളി ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. എനിക്ക് ടെയിൽ ലാംപ്സ് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഒരു എന്താ പറയുക, സ്ക്വയർ ഷേപ്പിലുള്ള ആ ടെയിൽ ലാംപ്സൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല അഴകായിരിക്കുന്നുണ്ട്. CK ഡിസൈൻസും കൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ 13.5 മീറ്റർ എന്നുള്ള അവരുടെ ഒരു 2+2 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ ബാക്കിലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ വണ്ടിയുടെ. നല്ല രസമായിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. പിന്നെ ഡീസൽ ആഡ് ബ്ലൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ, ഒന്ന് പറയണം. ഇവിടെ സ്പേസ് കുറച്ച് കുറവാണ്, ഹൈവേയുടെ തീരാണ്, സർവീസ് റോഡാണ്. അപ്പോൾ ഇത് ഒരു മറ്റേ ടൂറിസ്റ്റ് ബസ് പോലെ തന്നെ ഒരു 3 ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണാം. ലഗേജ് ബോക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എമർജൻസി എക്സിറ്റും ആണ്. അതുകൂടെ നമുക്ക് അങ്ങനെ കയറാനൊക്കെ പറ്റും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ലഗേജ് ബോക്സാണ് ഈ കാണുന്നത്. പിന്നെ ബോഡി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ബ്രിസ്റ്റോണിൻ്റെ ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബാക്ക് വീലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഒന്നുകൂടി നമുക്ക് എയറിൻ്റെ ആ ഭാഗം കാണാൻ പറ്റുന്നു അല്ലേ. കുഴപ്പമില്ല, എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി. ഇത് ഡീസൽ ടാങ്കാണിത്. 380 ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇത് ആഡ് ബ്ലൂ ടാങ്കാണ്. ഇത് 50 ലിറ്ററാണ് ഇതിൻ്റെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് കേട്ടോ. ഇതൊന്നും എല്ലാം ഓപ്പണാക്കി കാണിക്കാനില്ല, ഇവർക്ക് കുറച്ച് ധൃതിയുണ്ട് പോയിട്ടേ. ഏസിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ്. ഇത് ഈറ്റ്സിൻ്റെ ടാങ്കാണ്. എക്സോസ്റ്റ് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്ന പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈറ്റ്സിൻ്റെ ആ ഒരു യൂണിറ്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ 156 സൈസിലുള്ള 295 6 22.5 സൈസിലുള്ള ടയറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് ഡോർ ഓപ്പൺ ആക്കാം. ഡോർ ഓപ്പൺ ആക്കുമ്പോൾ ഇതിൻ്റെ ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക് പാഡലൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ അതിലേക്ക് നമുക്ക് പിന്നീട് കണ്ട് കടക്കാം. ഈ ഡോറിൻ്റെ ഈ ഭാഗം കണ്ടില്ല, ഇതൊക്കെ നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തേക്കണേ. എന്താ നല്ല അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല ഒരു ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ പുറത്തത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല അഴകായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഞാനിതിൽ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തി തരാന്നില്ല. ക്രൂ മെമ്പേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇതിലിപ്പോൾ നമ്മുടെ കൂടെ ഇതിലത്തെ സാരഥി മാത്രമേ നമ്മുടെ കൂടെ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. നമസ്കാരം ചേട്ടാ. ഇദ്ദേഹമാണ് നമ്മുടെ വണ്ടിയുടെ സാരഥി. ഇതാണ് അദ്ദേഹമാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. എന്താ പേര്? എൻ്റെ ഒരു അഭിനയിച്ചു. എത്ര കാലമായി വണ്ടിയിലായിട്ട്? ഈ ജീസസ് കമ്പനിയിലാണ്. ഒരു 7 കൊല്ലം. അതിന് മുന്നേ ഇപ്പോൾ കുറേ വർഷങ്ങളായില്ലേ മേഖലയിൽ വന്നിട്ട്? ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഏഷ്യയുടെ എക്സ്പീരിയൻസ് ഓടിച്ചിട്ടൊക്കെ? അടിപൊളിയാണ്. ലൈലൻഡ്, ഭാരത് ബെൻസ്, ടാറ്റ അതിനെ പിടിച്ചിട്ട് അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കുറേ പുതിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പഴയ ഐശ്വര്യങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ടാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഫ്രണ്ടും ബാക്ക് ടയർ, പിന്നെ 53 സീറ്റ് ഉണ്ട്, റിട്ടയർഡ് എഞ്ചിൻ ബ്രേക്ക്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ വണ്ടി ഇറങ്ങിയതാണ്. മൈലേജ് എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? മൈലേജ് ഒരു 4-5 ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓടിച്ച് നോക്കിയിട്ട് സെറ്റായി കഴിയുമ്പോഴാണ് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ.
പിന്നെ ഇതിലിപ്പോ എല്ലാവരും ചോദിക്കും ചിലപ്പോ സംശയം ഈ മഹാരാജ ജീസസിന്റെ മോള് ഉണ്ട്, അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ജീസസിന്റെ ആണ് വണ്ടി അല്ലേ? ജീസസിന്റെ വണ്ടി ഇറക്കിയിട്ടുണ്ട്. പിന്നെ അത് മഹാരാജ് രണ്ടും കൂടി ഇങ്ങനെ ഇതായിട്ട് ഓടുന്നുണ്ട്. കമ്പനി കഴിച്ചിട്ട് രണ്ട് കമ്പനിയും ബേസിച്ചിട്ടാണ് ഓടാണ്. ഓക്കെ ഓക്കെ. ദിലീഷ് ചേട്ടൻ ആണ് നമുക്ക് വണ്ടി തന്നത്. അദ്ദേഹത്തിന്റെയാണ് ജീസസ് ട്രാവൽസ്. മഹാരാജ ട്രാവൽസിന്റെ സതീഷ് ചേട്ടൻ അല്ലേ? അദ്ദേഹത്തിന്റെ വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. മഹാരാജ രണ്ട് കമ്പനി ബേസ് ചെയ്തിട്ടാണ് വണ്ടി ഓടുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ സംശയമൊന്നും വേണ്ടതാണ്. എന്തായാലും ഇതിന് വണ്ടി ഇറങ്ങിയ പിന്നെ ഓട്ടം തന്നെ ഓട്ടം ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരു വണ്ടി ഇപ്പോൾ അതും കളറ് കൂടെ ഇല്ലാതെ വന്നു എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ റോഡ് കൂടെ പോകുമ്പോൾ നോക്കുക ഭയങ്കരമായിട്ട്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് വണ്ടി ഉള്ളിലേക്ക് കയറാം. ടേസ്റ്റ് ഒക്കെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. അതിന്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരും. എൻജിൻ ബ്രേക്ക് അതിന്റെ ജസ്റ്റ് നമുക്ക് ഉള്ളിലേക്ക് കയറാം. നമ്മള് ഈ ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം അല്ലേ? അപ്പോ ഇതില് റിട്ടയർഡിന്റെ സ്വിച്ച് ഒക്കെ താഴ്ത്താണ് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഇരിക്കട്ടെ. സ്വിച്ച് അപ്പൊ അതിന് വരേണ്ടി വരും അല്ലേ? റൈറ്റ് സൈഡിൽ താഴ്ത്താണ്. ഇത് ഈ സൈഡില് താഴത്തുള്ളതാണ്. അത് നടുക്കില് ഉള്ള സ്വിച്ച് ആണോ? റെഡിന്റെ ലെഫ്റ്റ് റെഡ് ആണ് റിട്ടാർഡറിന്റെ സ്വിച്ച്. അതിന്റെ ഇപ്പുറത്തുള്ളതാ? ഓക്കെ ഓക്കെ. ഇപ്പുറത്തുള്ള സ്വിച്ച് ആണ് കേട്ടോ. പിന്നെ അതിന്റെ തൊട്ട് മുകളിൽ എക്കോ മോഡ്, പവർ മോഡ്. ഓ അതേ സിസ്റ്റം ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. എക്കോ മോഡ്, പവർ മോഡ് എന്ന് പറഞ്ഞാൽ മോഡുകൾ ഉണ്ട് ഇതിന് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അത് നമുക്ക് ഓരോ മോഡ് അനുസരിച്ചിട്ട് ഓടിക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നല്ലൊരു പരിപാടികളാണ്. പിന്നെ നമ്മുടെ റിട്രാറിന്റെ സ്വിച്ച് ഇപ്പൊ അതാണ്. സാധാരണ ലിവറിന്റെ മുകളിൽ വരാറുണ്ട്. എഞ്ചിൻ ബ്രേക്ക് ലിവറിന് ഇതിന്റെ മുകളിലാണ് എഞ്ചിൻ ബ്രേക്ക് വരുന്നത് കേട്ടോ. പിന്നെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഒക്കെ റൈറ്റ് സൈഡിലെ ലിവറിന്റെ മുകളിലാണ്. ഇതിന് മുകളിലാണ് ഇതിന്റെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നന്നായിരിക്കുന്നുണ്ട് എല്ലാ പരിപാടികളും. മറ്റേ ഇതൊക്കെ പോലെയാണ് ഇതിൽ അതിൻ്റെ സെറ്റപ്പ് വന്നേക്കുന്നത്. ശരിക്കും സ്റ്റീറിംഗ് വീല് നമ്മൾ അവസാനം വിചാരിച്ചു ഇതാണ് ഇതിൻ്റെ ഏഷ്യൻ്റെ സ്റ്റീറിംഗ് വീല്. ഒതുക്കുള്ള സ്റ്റീറിംഗ് വീല് ടിപ്പിക്കലായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്റ്റീറിംഗ് വീല് തന്നെയാണ് വരുന്നത്. ഏഷ്യൻ്റെ ഒരു കോഴ്സിൻ്റെ ലോകം കാണാൻ സാധിക്കും. ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഡിജിറ്റലി അൺലോക്ക് ആയിട്ട് നമുക്ക് ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചാർജ് ഓൺ ചെയ്തിരിക്കുകയാണ്. അതൊരു ഡീപ് സൗണ്ട് വരുന്നത്. കിലോമീറ്റർ പെർ അവർ RPM മീറ്റർ അങ്ങനെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചെക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ അഡീഷണലായിട്ട് നമുക്ക് ചാർജ് ഡ്രൈവർക്ക് ചെയ്യാനായിട്ട് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതായിട്ട് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് റോഡ് പോലൊക്കെ പോലെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. ഓവറോൾ അടിപൊളിയാണ് കേട്ടോ എന്തായാലും. പിന്നെ ഇതൊക്കെ ഓരോ സ്വിച്ചുകളൊക്കെയാണ്, ലൈറ്റിൻ്റെ അതിലേക്ക് ആയിട്ടുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അപ്പൊ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ശരിക്കും ഓവറോൾ നല്ല വണ്ടിയെ കുറിച്ചിട്ടൊക്കെ അടിപൊളിയാണെന്നാണ്. ഓക്കെ. അപ്പൊ ഇന്റീരിയർ കാഴ്ചകള് ഇത് ശരിക്കും ചിലർ ചോദിക്കേണ്ടത് ഇത് ഒന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവമായിട്ട്? നമുക്ക് യാത്രകളൊക്കെ ഉള്ളിലൊക്കെ ഫ്രണ്ട് ഏരിയകൾ ഫുള്ള് കണ്ട് യാത്ര ചെയ്യാനൊക്കെ ഇതല്ലേ. മറ്റേതാകുമ്പോ ഒരു മറയൊക്കെ വരുമ്പോ ഒന്ന് ഇതായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. ഇതാകുമ്പോ ഫുള്ള് ഇതായിട്ട് കാണാൻ പറ്റുമോ, ഫ്രണ്ട് മൊത്തമായിട്ട് കാണാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധാരണ തടസ്സം പോലെയല്ല. പുതിയൊരു ചെയ്ത് നോക്കാതെ രീതിയിൽ ടൂറിസ്റ്റിൽ ചെയ്ത് നോക്കാനുള്ള ശരിക്കും നന്നായിട്ടുണ്ട് അല്ലേ? നമ്മുടെ വോൾവോ പോലെയൊക്കെ ഇവര് മറ്റേതെന്ന് ഒരു പാർട്ടീഷൻ ആണല്ലോ. പിന്നെ സീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കിടക്കാം. പിന്നെ ഇതില് പറയാനുള്ളത് 6+1 ഏതാണ് എന്റെ ഗിയർ പൊസിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇതിന്റെ ഇന്റീരിയറിലേക്ക് കിടക്കാം. ഇന്റീരിയർ കാഴ്ചകളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഒന്ന് നോക്കിയിട്ട് പറയും. ഇതിലിപ്പോ ഇവിടെ നൈറ്റിന് റീഡിംഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ AC-യുടെ ഫ്ലോർ, പിന്നെ ഫാനുണ്ട്, പിന്നെ സീറ്റിന്റെ ബാക്കിലൊക്കെ ആയിട്ട് എല്ലാ വണ്ടിക്കുള്ള മാതിരി തന്നെ. ഓക്കെ ഓക്കെ. ഇതിന്റെ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കണ്ടില്ലേ? നല്ല പുഷ് ബാക്ക് ഓടിയും കൂടുതലായിട്ട് ഇതെല്ലാം 53 സീറ്റ് ഈ രീതിയിൽ തന്നെയാണ് പുഷ് ബാക്ക് ഉള്ളത്. ലോങ് സീറ്റ് അടക്കം എല്ലാ രീതിയിലും 53 സീറ്റ് വണ്ടിയാണിത്. നല്ല പുഷ് ബാക്ക് കുറച്ചുകൂടി നല്ല മറ്റുള്ള വണ്ടികളെക്കാളും കൂടുതൽ. ലോങ് സീറ്റില് സാധാ വണ്ടികൾക്ക് പുഷ് ബാക്ക് കുറവായിരിക്കും. സാധാ നമ്മൾ 210, 222 വീൽ ബേസിലൊക്കെ വരുന്ന വണ്ടികൾക്കൊക്കെ ഇതാകുമ്പോൾ എല്ലാം മൊത്തത്തിൽ എല്ലാ സീറ്റും ഓരോ രീതിയിലാണ് പുഷ് ബാക്ക് ഉള്ളത്. ഈ സീറ്റിന്റെ പുഷ് ബാക്ക് തന്നെ ലോങ് സീറ്റിൽ ഇതിലും കിട്ടും. അപ്പൊ കംഫർട്ടായിട്ട് പോകാൻ ആൾക്കാരാണ് ഇപ്പൊ കൂടുതൽ ആഗ്രഹിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനത്തെ തീർച്ചയായിട്ടും നന്നായിട്ട് പറ്റുന്ന ഒരു വണ്ടിയാണ് ഇപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. പിന്നെ സൈഡിലൊക്കെ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. TV ഇവിടെ മടക്കുന്ന രീതിയിലുണ്ട്. ഫ്രണ്ടിലും ഇതിലും അങ്ങനെ തന്നെ.
ഓക്കെ ഓക്കെ. അത് നമ്മള് സ്ഥിരം കാണുന്ന പോലെ സ്ഥിരം ഫ്രണ്ടിൽ മാത്രം ഇപ്പൊ ഫ്രണ്ട് ഓപ്പൺ ആയത് ഇത് ഫ്രണ്ടിലോ ഫ്രണ്ടിലത്തെ ടി വി ഇവിടെയാണ് വരുന്നത്. ഇതാണ് ഫ്രണ്ട് ടി വി. പിന്നെ ഓക്കെ ഇതാണ് ഫ്രണ്ട് ടി വി വരുന്നത് കേട്ടോ. നന്നായിരിക്കുന്നില്ല, നല്ല സ്മാർട്ട് ടി വി ആണ് വന്നിട്ടുള്ളത്. എത്ര ഇഞ്ചാ അറിയില്ല, അത് കുഴപ്പമില്ല. അപ്പൊ അത് നല്ല എന്തായാലും അത്യാവശ്യം വലുപ്പമുള്ളൊരു ടി വി ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇനി അടിയിൽ ഇതേപോലെ സ്ട്രിപ്പ് ലൈറ്റ് ഒരു ബ്ലൂ തീമിലാണല്ലേ നന്നായിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒരു ബ്ലൂ ഉള്ളൊരു ഇത് കൊണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇതൊരു സംഭവമാണ് ഈ സംഭവമാണ്. ഈ വുഡൻ ഫിനിഷിലാണ് ഇതിന്റെ ഈ ഒരു ഇന്റീരിയറിന്റെ ഭാഗം ചെയ്തിട്ടുള്ളത്. കണ്ട എന്ത് വൃത്തിയെന്ന് നോക്കിയാൽ നമുക്ക് വോൾവോ വണ്ടിയിലൊക്കെ ചെയ്യണ പോലെയാണ്. പിന്നെ നമുക്ക് കാലൊക്കെ ചവിട്ടിയിരിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. പിന്നെ സീറ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഭാഗമൊക്കെ ഇതാണോ അല്ലേ, ലെതറാണ് അല്ലേ, ലെതർ സീറ്റ് ആണ്. അല്ല നല്ലൊരു എന്താ പറയുക, നല്ല സുഖമായിട്ട് ഇരുന്ന് ഞാൻ ഈ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല സുഖമുണ്ട് ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ കണ്ടോ നമ്മുടെ ബുക്സും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. പിന്നെ ഒരു ഹുക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓവറോൾ അടിപൊളിയാണ്, നല്ല നന്നായിരിക്കുന്നുണ്ട് വണ്ടിയുടെ ഇൻറ്റീരിയറും കാഴ്ചകളൊക്കെ. പിന്നെ ഇവിടെ ഒരു വെൻ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും ഫാനുകൾ അതുപോലെ അല്ലേ അത്യാവശ്യം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റേ ഈ സ്ലൈഡിങ് ഗ്ലാസ് ആക്കിയ കാരണം നമുക്കിപ്പോൾ 2 ഓട്ടും എടുക്കാമല്ലോ. നോൺ എ സി അതാണ് ഇതിന്റെ ഒരു ഗുണം. ഇപ്പൊ മറ്റേത് ഫിക്സഡ് ഗ്ലാസ് ഒക്കെ ആണോ വണ്ടികളെ കൂടുതൽ പറ്റുള്ളൂ. അതെ, എ സി അല്ലാതെ നോൺ എ സി ട്രിപ്പുകൾ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അല്ലേ. ഓക്കെ, അതാണ് അറിയേണ്ട ആൾക്കാർക്ക്. അപ്പോൾ ഈ വണ്ടി എടുത്താൽ നോൺ എ സി ആയിട്ടും ഓടാൻ പറ്റും. സ്ലൈഡിങ് ഗ്ലാസ് ആണ്. പിന്നെ കർട്ടൻസ് ഒക്കെ ഇതുപോലെ ഒരു എന്താ പറയുക ഗ്രീനിഷ് പോലത്തെ ഒരു കർട്ടനാണ് വന്നിട്ടുള്ളത്. ഗ്രീനിഷ് അല്ല, നമ്മുടെ പിക്കോ കളർ തന്നെ, നമ്മുടെ വണ്ടിയുടെ കളർ ആണ് ഒരു ഇതിൽ കർട്ടനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സൈഡിൽ ഇതുപോലെ കുറേ ഫാനുകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇതിൻ്റെ ഈ അടിയിൽ കണ്ട ഇതാണ് ഇതിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല മെറ്റീരിയൽ എടുത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്, അതൊക്കെ എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ചെറിയ ചെറിയ ഇതുപോലുള്ള കുഞ്ഞു ലൈറ്റുകളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ല രസമായിരിക്കുന്നുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ 5 സീറ്റ് ആയിരിക്കും അല്ലേ ബാക്കിൽ. പുഷ് ബാക്ക് ഉണ്ട്. അതായത് 5 സീറ്റ് നല്ല. മറ്റേ ചില വണ്ടികളിൽ ബാക്കിലെത്തുമ്പോൾ പുഷ് ബാക്ക് അത്ര പോരാ അല്ലേ, പുഷ് ബാക്ക് ആണ്. അതാണ് ഇതിൻ്റെ ഒരു ഇത്. നന്നായിരിക്കുന്നുണ്ട് ഓവറോള്. പിന്നെ ഇതൊക്കെ നല്ല ഒരു ഈ സൺമേക്ക് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല ക്വാളിറ്റി കൂടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകൾ. പിന്നെ ഈ കണ്ടില്ലേ ഈ വുഡൻ ഫിനിഷിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഈ താഴെ ഭാഗമൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കാർപ്പറ്റ് മറ്റു സംഭവങ്ങളൊക്കെ കിട്ടും. ഈ ഒരു വുഡൻ ഫിനിഷ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ലുക്ക് നന്നായിട്ട് തോന്നിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ വോൾവോ വണ്ടിയിലൊക്കെ കയറുന്ന ഒരു ഫീലാണ് ഇതിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ വോൾവോന് ഇൻബിൽറ്റ് ഒരു വണ്ടി ഇറങ്ങുന്നുണ്ട്, വോൾവോൻ്റെ ഇല്ല ഏഷ്യർ വോൾവോ എന്ന് കൊണ്ട് ഇറക്കുന്നുണ്ട്. ബോഡി സീറ്ററും സ്ലീപ്പറും കൂടി ഇറക്കുന്നുണ്ട്. ശരിക്കും പറയുക വെച്ചാൽ അവരും ഇതുപോലെ ഇൻറ്റീരിയറൊക്കെ ഇതുപോലത്തെ വുഡൻ ഫിനിഷാണ് ചെയ്തേക്കണത്. ഇത് പക്ഷേ പ്രകാശമാണ് ബോഡി കിട്ടേക്കണേ മാത്രം. പക്ഷേ പറയുമ്പോൾ രണ്ടും ഒരുപോലെ നമുക്ക് തോന്നും ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ. പിന്നെ ഇവിടെ ഒരു ചേട്ടനുണ്ട്. എന്താ ചേട്ടൻ്റെ പേര്? റോബിൻ അല്ലേ. ഓക്കെ. ഇത് ചേട്ടൻ നമ്മുടെ കൂടെ വന്നതാണ്. പിന്നെ ആളെ കാണിക്കാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ 2 പേരും കൂടിയിട്ടാണ് ഇപ്പോൾ ഇതിൽ ഇനിയിപ്പോൾ കൊച്ചിയിലേക്ക് പോണത്. അപ്പോൾ പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് വേറൊരു കാര്യം പറയാത്ത ഇവിടെ കോ പൈലറ്റിൻ്റെ സീറ്റ്, അതൊക്കെ നല്ല അടിപൊളി സീറ്റായിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത്. അതല്ലേ. ഓക്കെ. പിന്നെ ഇവിടെയൊക്കെ ഞാൻ നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ നല്ല ഒരു ക്രോമി ഫിനിഷിലാണ് ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്, നമ്മുടെ വോൾവോ വണ്ടി പോലെ തന്നെ. പിന്നെന്താ ഈ ഒരു ഭാഗം വരുമ്പോൾ അത് കണ്ടോ ഇതിൻ്റെ ഒരു ഡാഷൻ കാര്യങ്ങളൊക്കെ കാണാം, അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല കാണാനൊക്കെ നല്ല അഴകായിരിക്കുന്നുണ്ട് അതിൻ്റെ ആ ഡാഷ് കാര്യങ്ങളൊക്കെ. എന്താ എത്ര ഭംഗിയില ചെയ്തിരിക്കുന്നത്, എനിക്ക് ഭയങ്കര അത് ഒരു ഇഷ്ടമായി എൻ്റെ ഡാഷും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ഒരു സീറ്റ് കാര്യങ്ങളൊക്കെ, ഇത് സീറ്റ് എയർ സീറ്റാണല്ലേ. എയർ സീറ്റാണ്. പിന്നെ മറ്റേ ഇത് സ്റ്റിയറിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ പറയാച്ച സുഖമായാണല്ലേ, അടിപൊളിയാണ്.
അതെ. ഇനിയുള്ള കാലം ശരിക്കും പറയാ ഇതുപോലെ ഗ്ലൈഡർ വണ്ടികള്, ഈശ്വറിന്റെ ഇങ്ങനത്തെ വണ്ടികൾ ഒക്കെ തന്നെയായിരിക്കും അല്ലേ? അതെ, ഇനിയിപ്പോ ഇവര് തന്നെ മുന്നിട്ട് ഇറങ്ങിയ സന്തോഷം. അപ്പൊ ഇനിയിപ്പോ ഒരുപാട് വണ്ടികൾ ഇതുപോലെ ഇറങ്ങാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് കേട്ടോ. എന്തായാലും നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ അപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇന്റീരിയർ. പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു വെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫാനും ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദൈവങ്ങളുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഓവറോള് വണ്ടി എന്തായാലും നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ്, ഒന്നും പറയാല്ല. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിൽ ഒന്ന് യാത്ര ചെയ്യാനൊക്കെ എല്ലാവർക്കും ഒരു തോന്നിപ്പോണ ഒരു പ്ലസൻറ്റ് ഫീലാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം, എന്നിട്ട് വൈൻഡപ്പ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഈ വണ്ടി ഉണ്ടല്ലോ, ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്ത ഓൾ ഇന്ത്യൻ ടൂറിസ്റ്റ് പെർമിറ്റ് ആണ്, AITP ഉള്ള വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതിന് കളർ കോഡിന്റെ ബാധകമല്ല. അതുകൊണ്ടാണ് കളർ കോഡില്ലാതെ ഈ വണ്ടി ഓടാൻ സാധിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, അത് 2+2 ലേഔട്ടിലാണ് സീറ്റ് അറേഞ്ച്മെന്റ് വരുന്നത്. നമുക്ക് ഓൾ ഇന്ത്യൻ ടൂറിസ്റ്റ് പെർമിറ്റിലൊക്കെ അങ്ങനെയാണ്, 2+2 ലേഔട്ട് വേണം. ഇത് ഓൾ ഇന്ത്യൻ ടൂറിസ്റ്റ് പെർമിറ്റ് എടുക്കുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് കളർ കോഡ് ബാധകമല്ല. നമുക്ക് കർണാടകയിലോ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റേത് സീറ്റ് എണ്ണിയിട്ട് നമുക്ക് ചാർജ് കൊടുക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പക്ഷെ ഇതിനാണെങ്കിൽ അത് ആവശ്യമില്ല, ഓൾ ഇന്ത്യൻ ടൂറിസ്റ്റ് പെർമിറ്റ് ആയതുകൊണ്ട് തന്നെ. പിന്നെ 2+2 ലേഔട്ടാണ്, 53 സീറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കളർ കോഡ് ആവശ്യമില്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഓടും ചെയ്യാം, വളരെ നല്ലതാണ്. പക്ഷെ ഇതിന് ഒരു 3.5 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രശ്നവും കൂടി. സ്റ്റാർട്ട് ചെയ്തു. സീറ്റ് ബെൽറ്റ് കാണാല്, അത് അടിയിലാണ്, അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ അത് പിന്നെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇട്ടു. ഹാൻഡ് ബ്രേക്ക് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് റിലീസ് ചെയ്യാണ്. നമ്മൾ റിലീസ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഒരു വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ട്, അത് പോയിക്കോട്ടെ. നമ്മളങ്ങനെയാണ് വണ്ടി എടുത്തു. 13.5 മീറ്റർ ഈശ്വർ. ആഹാ, അടിപൊളി ശരിക്കും. അതെ, എയർ സസ്പെൻഷനായ കാരണേ നല്ല രസം കിട്ടും വണ്ടി ഇങ്ങനെ ഓടിക്കാനായിട്ട്. കേട്ടാ, അങ്ങനെ കുണുങ്ങണോ, വണ്ടി കിടന്ന് കുണുങ്ങ്. 13.5 മീറ്റർ വണ്ടിയാണിത്, അതാണ് ആലോചിക്കേണ്ടത്. പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ വണ്ടി ജീസസ് ആണ്. നമ്മൾ ഇങ്ങോട്ടല്ലേ തിരിയണ്ടേ? ആ, അങ്ങനെയാണല്ലേ. ഓക്കെ, ഇത് അതിരപ്പള്ളി പോണ വഴിയാണ് കേട്ടോ. സൗണ്ട് കണ്ട ഈശ്വറിന്റെ നല്ല രസമായിട്ടുള്ള സൗണ്ടാണ്. ഫോണൊക്കെ ഇതിന്റെ മുകളിൽ തന്നെയാണ്. ലാംഗ്വേജുള്ള കാരണേ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. പൊളി, അടിപൊളി. ശരിക്കും ഓടിക്കാനും നല്ല രസമുണ്ട്. കണ്ടാ സൗണ്ട് നോക്ക്. വേറൊരു വൈബ് മൂഡായിട്ടുള്ള വണ്ടി. നമ്മൾ ഇത്രയും നീളം കൂടിയ വണ്ടി ഓടിക്കണം എന്നുള്ളൊരു ഇതൊന്നും ഇതിൽ വരുന്നില്ല, ഒന്നും പറയാനില്ല കേട്ടോ. ശരിക്കും ഗിയറൊക്കെ ഇങ്ങനെ നന്നായിട്ട് വീഴുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് ജീസസിന്റെ വണ്ടി തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈശ്വർ ചേട്ടൻ്റെ വണ്ടി തന്നെയാണ്. പിന്നെ ജീസസിന്റെ വണ്ടി തന്നെയാണിത്. അപ്പോൾ ചിലവർക്ക് ഇതിന് ഡൗട്ട് മഹാരാജ എന്ന് കാണുമ്പോൾ അങ്ങനെ ഇത് വരും. പക്ഷെ ഇത് ജീസസിന്റെ വണ്ടി തന്നെയാണ്. ആളെ ദിലീഷ് ചേട്ടനല്ലേ നമ്മുടെ പേര്? ദിലീഷ് ചേട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവർക്ക് ഭയങ്കര നമുക്ക് ഒരുപാട് എന്താ പറയുക താങ്ക്സ് പറയാണ്ട്. ഫസ്റ്റ് തന്നെ ഈ വണ്ടിയുടെ വീഡിയോ സതീഷ് ചേട്ടൻ പറഞ്ഞപ്പോൾ ശിശിരയിലത്തെ അദ്ദേഹമാണ് എനിക്ക് തന്നത്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചതും നമുക്ക് ഫുൾ സപ്പോർട്ട് തന്ന ആളാണ് ദിലീഷ് ചേട്ടൻ, അപ്പോൾ ജീസസിൻ്റെ ഓണർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് താങ്ക്സ് പറയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ ആൾക്ക് റൂട്ട് ബസ്സും മറ്റേ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് കേട്ടോ. ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഒരുപാടുള്ള ടീമാണ്. ജീസസ് നല്ല ഫേമസ് ആയിട്ടുള്ളവരാണ്. തൃശ്ശൂർ ആണ് ഇവരുടെ സ്ഥാപനം വരുന്നതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ വണ്ടീനൊക്കെ ഒന്ന് ബുക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ. ഈ വണ്ടികളിലൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താലാണ് ഭാവിയിൽ ഇങ്ങനത്തെ വണ്ടികൾ കുറേ ഇറങ്ങുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഓട്ടം കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ IC ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 വണ്ടിയാണ് ഇപ്പോൾ ഇതുവരെ. 2 വണ്ടിയാണ് ഇറങ്ങിയിട്ടുള്ളത്. 13.5 മീറ്റർ ഐശ്വർ
ആണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സിഗ്നലിൽ വീണു, അപ്പോൾ ഒന്ന് ചവിട്ടി കൊടുക്കാം. ബ്രേക്കിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്, നല്ല രസമായിട്ടുള്ള ബ്രേക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇത് നോക്കി ഓടിക്കണം നമ്മൾ ശരിക്കും. മിററുകൾ കണ്ടണം. നമ്മൾ മോർണിംഗ് സമയത്താണ് പോയി വണ്ടിയുടെ വീഡിയോ എടുക്കണേ കേട്ടോ. ക്ലസ്റ്ററിലൊക്കെ ഒരു ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വണ്ടി എയറായ കാരണമാണ് സുഖമാണ്. മറ്റേ നമ്മൾ സാധാ ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്ന പോലെയല്ല, എയറായ കാരണം വണ്ടി നല്ല ഓടിക്കാൻ നല്ല മജയുണ്ട്, അതാണ്. പിന്നെ ഈ സൗണ്ട്, അത് പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു സൗണ്ടാണ് വണ്ടിയുടെ. എന്തായാലും നല്ല ഒരു സമയത്തന്നെ നമ്മൾ വണ്ടി കിട്ടി. ഒരുപാട് പേര് അങ്ങനെ ചെയ്യാൻ കൊതിക്കണ വണ്ടിയാണിത്. അപ്പോൾ നമുക്ക് തന്നെ അത് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. നൈറ്റ് സർവീസ് പോണ വണ്ടികളാണ് അതൊക്കെ. ഈ എല്ലാം ഏഷ്യൻ്റെ സൗണ്ട് അടിപൊളിയാട്ടോ. വീണ്ടും സിഗ്നലിൽ വിട്ടു. രാവിലെ നേരെയൊക്കെയാണ് കുറച്ച് നല്ല തിരക്കാണ്. എന്തായാലും മജയാണ്. അപ്പം എന്തായാലും ഇനിയുള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഷറിൻ്റെ കാലം തന്നെയായിരിക്കും എനിക്ക് തോന്നണത്. കാരണം എന്താ വെച്ചാൽ മൈലേജ്, അത് പറഞ്ഞില്ലേ, ഒരു 5 ഒക്കെ മേലെ കിട്ടുമെന്നൊക്കെയാണ് കമ്പനി പറഞ്ഞത്. അപ്പോൾ മൈലേജാണ് വലിയൊരു കാര്യം. അപ്പോൾ കൂടുതൽ വണ്ടികൾ തീർക്കാൻ കാരണം മൈലേജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഏത് സീറ്റാണ്, പിന്നെ നല്ല ഓടിക്കാൻ കംഫർട്ടാണ്. ഇനി അതൊക്കെ പിന്നെ ഇരുന്ന് ഞാൻ യാത്ര ചെയ്തു, അപ്പോഴും അടിപൊളിയാണ്, നല്ല സുഖമാണ് ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ആൾക്കാർ പണ്ടത്തെ കുറേ ലൈറ്റോ സൗണ്ടോ ഒന്നും അല്ല നോക്കണത്, കംഫർട്ടാണ്. ഇത് നടുവേദനയും അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരെല്ലാവരും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ വണ്ടിയിൽ യാത്ര ചെയ്താൽ നമുക്ക് ഒരു നടുവേദനയും വേദനയും കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ട്രാവലിംഗ് സുഖമാണ്. എന്തൊരു കംഫർട്ടാന്ന് പറയും. ഡ്രൈവർക്കും സുഖമാണ്, ഇരിക്കുന്നവർക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമാണ്. അപ്പുറത്തെ ഗരുഡ ട്രാവൽസ് പോകുന്നുണ്ട്. വീണ്ടും സിഗ്നലില്ല. സിഗ്നലിത് ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴും ഇത് പെട്ടെന്ന് ഇതാവും. ടൂറിസ്റ്റ് ബസ്സുകൾ അങ്ങനെ കുറേ കിടക്കുന്നുണ്ട്, നൈറ്റ് സർവീസ് വണ്ടികൾ പോകുന്നുണ്ട്. കോയമ്പേട് ചെന്നൈ, ഇല്ലാതെ ചെന്നൈ വണ്ടി. ഇനിയിപ്പോൾ എന്നത് എടുക്കുന്ന ദിവസം ശനിയാഴ്ചയാണ്. ക്രിസ്മസ് 2 ദിവസം കഴിഞ്ഞ് ക്രിസ്മസാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ വണ്ടി മച്ചാൻ ചാനലിൽ നല്ലൊരു എന്താ പറയുക, നല്ലൊരു കണ്ടന്റ് കിട്ടി. അപ്പോൾ അത് ലീശേട്ടനാണ് നമുക്കത് എല്ലാം ചെയ്തു തന്നത്. അപ്പോൾ ആളുടെ എത്ര താങ്ക്സ് നല്ല മതിയാവില്ല. എന്തായാലും നല്ലൊരു വണ്ടി. നമുക്ക് ആ സിഗ്നൽ കൂടിയും കഴിഞ്ഞിട്ട് വണ്ടി എവിടെയെങ്കിലും നിർത്താം. വണ്ടി ഓടിച്ചാൽ മതിയാവില്ല, കാരണം അത്രയും എന്താ ഈ ഒരു ഒതുക്കുള്ളൊരു സ്റ്റീറിംഗ് വീലാട്ടോ. അത് ആണ് ഏറ്റവും സുഖം. വണ്ടി ഇങ്ങനെ ഓടിക്കാനൊക്കെ ആയിട്ട് സുഖമാണ്, നോക്കേണ്ട ആവശ്യമില്ല. ഗരുഡം പോകുന്നുണ്ട്, ഗരുഡൻ സ്വിഫ്റ്റിന്റെ. അവൻ ചവിട്ടും അവൻ. സ്വിഫ്റ്റ് അത് 13 മീറ്റർ അല്ല, 12 മീറ്റർ വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ. ആൾക്കാർ ഈ വണ്ടി പോകുമ്പോൾ തന്നെ നോക്കുകയാണ്. നമ്മുടെ റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുത്തോളൂ കേട്ടോ. ട്രാഫിക്കും തിരക്കും ബഹളാണ് രാവിലെ നേരം. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സാധാ ഓടിക്കണ പോലെ അല്ലല്ലോ. നമ്മൾ വീഡിയോയിൽ പറയും വേണം, നമ്മൾ ശ്രദ്ധിക്കും വേണം വണ്ടീനെ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഡ്രൈവിങ്ങാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എന്തായാലും നല്ല ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി വൈബാണ്. ഹൈവേ എപ്പോഴും നമുക്ക് ഒരുപാട് ഫീല് തരുന്ന സംഭവങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഈ വണ്ടി ഇറങ്ങി ഓട്ടം തന്നെയായിരിക്കും. എന്തായാലും എല്ലാവർക്കൊക്കെ നല്ല ആശംസകൾ നേരുന്നു. ഒരുപാട് വണ്ടികൾ ഇനി ഇറങ്ങട്ടെ ഇവർക്ക്. എന്തായാലും
നല്ല ക്രൂ മെമ്പേഴ്സാണ് ഇതിലത്തെ. എല്ലാവരും നമുക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തൊട്ടിട്ട് തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കര ഒരു കാര്യമാണ്. ലെങ്ത് കൂടിയ കാരണേ നല്ല മിറർ നോക്കി ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ ടൂറിസ്റ്റ് ബസ് പോലെയല്ല, കുറച്ചുകൂടിയൊക്കെ നല്ല ലെവല് നോക്കി ഓടിക്കണം വണ്ടി. സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട് രാവിലെ. റോഡ് നല്ല തിരക്കാണ്. കാല് കൊടുത്താലും നല്ല നന്നായി പോകുന്നുണ്ട്. ബ്രേക്കിങ്ങും പെർഫെക്റ്റ് ആണ് വണ്ടിയുടെ, ഒന്നും പറയാനില്ല. ഏറ്റവും സുഖം, അതായത് വണ്ടി ഇങ്ങനെ ഒഴുകി പോണ പോലെയാണ് വണ്ടി ഇങ്ങനെ പോകുമ്പോൾ. ഈ എയർ സസ്പെൻഷൻ ആയി കാരണം നല്ല ഇങ്ങനെ ഒരു ഒഴുക്കിലിങ്ങനെ പോകും. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. അതായത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, നല്ല പെർഫെക്റ്റ് ആണ്. യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ, അതും നല്ല സുഖമാണ്. അപ്പോൾ എന്തായാലും ഇനി ഇവൻ്റെ കാലാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കണ്ട് പോയിട്ട് വണ്ടി നിർത്താം. അതിൻ്റെ ഇടയിൽ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളും. അപ്പോൾ തിരക്ക് മയമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് വണ്ടി ഓടിക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ വണ്ടി ഇതൊരു അറക്കം കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് ഗ്യാപ്പ് കിട്ടുക അവിടെ നമ്മൾ ഒതുക്കി നിർത്തി നമ്മുടെ വീഡിയോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. നമ്മളാണ് ആള്, നമ്മളിങ്ങനെ ഓടി കുറേ പോവും. വെറുതെ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ഒരു ചാലക്കുടി ആണ് നമ്മള്. ചാലക്കുടി അല്ല അല്ലേ? ചാലക്കുടിയില്ല. ചാലക്കുടിയാണ്. നമ്മളത് ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തായി വണ്ടി നിർത്താം കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, വണ്ടി നിർത്താൻ പറ്റിയ സ്ഥലം. അപ്പോൾ ഞാൻ ഇതിൽ ശരിക്കും വീഡിയോ കുറേ റണ്ണിങ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് AC പിടിപ്പിക്കാനായിട്ട് ഏസിയുടെ കാര്യത്തിന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ എടുത്ത് അവസാനിപ്പിച്ചു. പിന്നെ നല്ല സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, ഒന്നും പറ്റിയില്ല. ഉള്ളതുകൊണ്ട് ഇനിയുള്ള ഒരു വീഡിയോ ജീസസിൻ്റെ നമുക്ക് ചെയ്യുമ്പോൾ ഗംഭീരമായിട്ട് ചെയ്യാം. പുതിയ വണ്ടികൾ, അവരെ ബാക്കിയുള്ള വണ്ടികളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി നമ്മുടെ അതിൽ ചേട്ടൻ്റെ അടുത്തും ജീസസ് ഗ്രൂപ്പിൻ്റെ അടുത്തൊക്കെ താങ്ക്സ് പറയുന്നു. അപ്പോൾ നമ്മളിവിടെ വണ്ടി നല്ലൊരു ഭാഗത്തായിട്ട് ഒതുക്കാം. നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കിട്ടി. നമുക്ക് ഈ ഭാഗത്ത് എവിടെയെങ്കിലും നടത്താം. വണ്ടി നീളം കൂടിയ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ എവിടെയും നല്ല സ്പേസിലുള്ള വണ്ടി ഇപ്പം ഒതുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ചങ്ങോട്ട് കയറ്റി നിർത്താം, ഇവിടെ സ്ഥലമില്ല. നല്ല സ്മൂത്താണ് വർക്കിംഗ് ഒക്കെ വണ്ടിയുടെ, അത് പറയാതെ വയ്യ. ഞാനിവിടെ ആയിട്ടേ ഒന്ന് ഒതുക്കാം. ഞാൻ അങ്ങനെ ഇവിടെ പതുക്കെ കണ്ട് കൊണ്ടൊതുക്കി. നല്ല രസമായിട്ടുള്ള വണ്ടി, അയ്യോ ഒന്നും പറയല്ലേ, അടിപൊളി. ഏഷ്യത് അരങ്ങ് വാഴും ഉറപ്പാണ്. എന്നാലും ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇടട്ടെ, കിട്ടൂട്ടെ, ഹാൻഡ് ബ്രേക്ക് കിട്ടും. അപ്പോൾ ഒന്നും പറയാനില്ല, നല്ല അടിപൊളി വണ്ടി, സൂപ്പർ. എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ മറ്റൊരു ഗംഭീര വീഡിയോ ആയിട്ട് വരാം. അതിരിക്കും. തൽക്കാലം ബൈ, നമസ്കാരം.